കൊയിലാണ്ടിയിലുണ്ടായ ആ ദുരന്തം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വളരെ വളരെ മോശപ്പെട്ട ഒരു വാർത്ത, ഒരു പരാതി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം നടന്നുവെന്നാണ് ഇപ്പോൾ പരാതിയായി വന്നിരിക്കുന്നത്. ആനയിടഞ്ഞ സംഭവത്തിൽ മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പരാതി. മൃതദേഹത്തിൽ നിന്നും കിട്ടിയത് സ്വർണ്ണ വളകൾ മാത്രമാണ്. ലീല ധരിച്ചിരുന്ന മാലയും കമ്മലും ഒന്നും കാണാനില്ലെന്ന് പരാതി വന്നിരിക്കുകയാണല്ലേ. കൊയിലാണ്ടി പോലീസിൽ ഇത് സംബന്ധിച്ച അതെ പരാതി എത്തിയിരിക്കുന്നു. വളരെ വളരെ ലജ്ജാകരമാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. അത് നമ്മളെ സംബന്ധിച്ച് മേഘ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കുടുംബം നൽകിയിരിക്കുന്ന പരാതി എന്താണെന്ന്, എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, വിനിഷ. എന്താണ് കുടുംബത്തിന്റെ പരാതി? അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലീലയുടെ കുടുംബമാണ് പരാതി ഉന്നയിക്കുന്നത്. ലീലയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന 4 പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്നതാണ് ബന്ധുക്കളുടെ പരാതി. സ്വർണ്ണ മാലയുണ്ടായിരുന്നു, അതിനൊപ്പം കമ്മലും കാണാനില്ല എന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത്. ഈ അപകടം നടന്ന് ലീലയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് സഹോദരൻ ചേർന്നാണ്. ആ സമയത്ത് ആശുപത്രിയിൽ എത്തുന്നതുവരെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ പരാതിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയ്ക്കാണ് ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് എന്നതാണ് ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്നത്. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ഈ ലീലയുടെ മുഖത്ത് നല്ല പരിക്കുണ്ടായിരുന്നു. ഈ കഴുത്തും ഈ മുഖവും വരുന്ന ഭാഗത്ത് നല്ല പരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കമ്മൽ ഒരു പക്ഷേ ചതഞ്ഞു പൊട്ടി പോയേക്കാം എന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്തെ കമ്മൽ നഷ്ടമാകണമെങ്കിൽ അത് മനഃപൂർവ്വം ആരെങ്കിലും ഊരിയെടുത്തതാവാം. ഊരാതെ ആ കമ്മൽ കാണാതെ പോവില്ല എന്നതാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി. അതേപോലെ ഈ മാലയും അങ്ങനെ തന്നെ നഷ്ടമായി എന്നത് ബന്ധുക്കൾ പരാതി പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ലീലയുടെ കയ്യിലുണ്ടായിരുന്ന 3 വളകൾ ഈ സഹോദരന് മോർച്ചറിയിൽ നിന്ന് നൽകുന്നുണ്ട്. ഈ 3 വളകൾ മാത്രമാണ് കുടുംബത്തിന്റെ കയ്യിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്കൊരു സംശയമുണ്ടായത്. ഏതായാലും നിലവിൽ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകുന്നുണ്ട്. എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് അവിടെ മറ്റൊരു ചാൻസ് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് മേഘ. അവിടെ ഒരു ചാൻസ് കൂടി കാണേണ്ടതുണ്ട്. കാരണം ഇനി ഈ അപകട സ്ഥലത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് മേഘ പറയുന്നത്. ആ കുടുംബക്കാർ പറയുന്ന പരാതി എന്ന് പറയുന്നത് ഒരു ഭാഗത്തെ കമ്മലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ തരത്തിൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് നഷ്ടപ്പെട്ടതാകാം. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 2 കാതിലെയും കമ്മലുകൾ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൽ കുടുംബം ഉന്നയിക്കുന്നതിൽ ഒരു പരാതിയിൽ ഒരു വസ്തുതയുണ്ട്. ഞാനൊരു സാധ്യത പറഞ്ഞതാണ്. ആ സാധ്യത തീർച്ചയായും തള്ളിക്കളയേണ്ട ഒരു സാഹചര്യം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം 2 കാതിലെയും കമ്മൽ നഷ്ടമായിട്ടുണ്ട്, കൂടാതെ മാലയും നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ പരാതി കുടുംബക്കാരുടെ മേഘ? അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ലീലയുടെ ബന്ധുക്കൾ തന്നെയാണ്. ആ സമയത്ത് ഈ സ്വർണ്ണമാല ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ ഓർത്തെടുക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കമ്മൽ എന്നത് ഒരു ഭാഗത്ത് സാരമായ പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ലീലയ്ക്ക് മരണവും സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ കമ്മൽ ഒരു പക്ഷേ ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയതാകാം എന്ന് കരുതാം. പക്ഷെ മറ്റൊരു ഭാഗത്തെ കമ്മൽ എവിടെ പോയി എന്നതാണ്. അത് ആരെങ്കിലും മനഃപൂർവ്വം ഊരിയെടുത്തതാകാം എന്നൊരു പരാതിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം മറിച്ചായിരുന്നു. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ ആളുകൾ വെപ്രാളപ്പെട്ട് ഓടുകയായിരുന്നു. ഇനി ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരെ ഏൽപ്പിക്കാൻ ഈ സമയം ഈ അപകടം നടന്നിട്ട് ഒരാഴ്ച പോലും ആകുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഇവരുടെ കൈകളിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. ഏതായാലും ബന്ധുക്കൾ നൽകുന്ന ഒരു പരാതി എന്നത് 4 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതിൽ അവർക്ക് ഏറ്റവും സംശയം തോന്നുന്ന ഒരു കാര്യം ഒരു കമ്മൽ കൃത്യമായി ഊരിയെടുത്തതാണ് എന്നൊരു സംശയമാണ് ആ ബന്ധുക്കൾക്കുള്ളത്. ഏതായാലും നിലവിൽ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.